മരിച്ച ദുഃഖത്തിന് താജ്മഹൽ ഉണ്ടാക്കാനും ദീനേ ഇലാഹി എന്നുള്ള പുതിയ ദീനുണ്ടാക്കാനും മെനക്കെട്ടപ്പോ അള്ളാഹു നൽകിയ ദീനിന്റെ സൗഭാഗ്യങ്ങൾ ഉപയോഗിച്ച് അള്ളാഹു നിഷേധിച്ച വിരോധിച്ച ജാറങ്ങൾ കെട്ടിപ്പിന്തിക്കാനും മക്കാമുണ്ടാക്കാനും ഒക്കെ ഉസ്മാനിയ ഖിലാഫത്ത് മെനക്കെട്ടപ്പോ പടച്ചോൻ തീരുമാനിച്ചു, മതിയടാ നിങ്ങള്. മുഗള വംശത്തിന്റെ പിന്തലമുറക്കാർ യമുനയിൽ മീൻ പിടിച്ചു വിൽക്കുന്ന കാണാം ഓൾഡ് ഡൽഹിയിൽ. ഉസ്മാനിയ ഖിലാഫത്തിന് അനന്തരാവകാശികൾ ലോകത്ത് ആഹാരത്തിന് വേണ്ടി തെണ്ടെന്ന് കാണാം. ഇപ്പോ ഈ ഉമ്മത്തിന് അള്ളാഹു വലിയ അനുഗ്രഹം നൽകിയാണ്, വല്ലാത്തൊരു അനുഗ്രഹം. ലോകത്ത് മുഴുവൻ സാമ്പത്തിക മാന്യം എന്ന് പറഞ്ഞ് ബേജാറാവുമ്പം ഒരു റിയാലിന്റെ ബേജാറ് പോലും ഇല്ലാതെ സുഖത്തിൽ നിന്ന് സുഖത്തിലേക്ക് പോവാം. അസൂയല്ല, സംതൃപ്തിയും പടച്ചോന്റെ തീരുമാനത്തെ പറ്റിയുള്ള ബേജാറും തന്നെ. ആ ആനുകൂല്യങ്ങളെയും സൗകര്യങ്ങളെയും പടച്ച റബ്ബ് തീരുമാനിക്കുന്ന വഴികളിലും അള്ളാഹ്ക്ക് പൊരുത്തമുള്ള വഴികളിലൂടെയും കൊണ്ടുപോകാൻ ഉത്തരവാദപ്പെട്ടവർ തയ്യാറാവുകയും അവരങ്ങനെ പോകുന്നില്ലെങ്കിൽ അത് സ്വന്തം സുഖം മറന്നും അവരാ വഴിക്ക് നയിക്കാൻ ഉത്തരവാദപ്പെട്ട പണ്ഡിതന്മാർ ശ്രദ്ധിക്കുകയും ചെയ്താൽ നീണ്ടു നിൽക്കും, ജയിക്കും, നിലനിൽക്കും. ഇല്ലെങ്കിൽ എന്നതിനെ പറ്റി പറയാൻ നിങ്ങളെക്കാളേറെ എനിക്കും പേടിയുണ്ട്, ഞാൻ പറയുന്നില്ല എന്ന് മാത്രം. അതുകൊണ്ട് ഈ ആയത്ത് നമ്മൾ ഓർമ്മിക്കുക. ഇത് മുസ്ലിം സമുദായത്തിന് ഈമാൻ ഇല്ലാത്തത് കൊണ്ട് മാത്രം എല്ലാം സംഭവിക്കുന്നു എന്ന് ഒഴുക്കം മട്ടിൽ പറഞ്ഞു പോവാനല്ല. ലാ തെഹിനു എന്ന ഖുർആന്റെ വാക്ക്. പിന്നെ എന്താണ് മൗലവി നിങ്ങൾ ഈ പറയുന്നത്? അവിടെ അങ്ങനൊക്കെ നടക്കുന്നത് കാണുമ്പോ ശരിയാ, മനസ്സ് വേദനിക്കുന്നുണ്ട്, നൊമ്പരമുണ്ട്. അതേസമയം ഒന്നിനും കഴിയാത്തവനാണ് ഞാനെന്ന് ഞാൻ ചിന്തിക്കില്ല, ഞങ്ങളെ കൊണ്ടതിനും പറ്റില്ലെന്ന് ഞങ്ങൾ ചിന്തിക്കില്ല. ദുഃഖത്തിന്റെ അംശം നമ്മുടെ ഭാഗത്തില്ല. ഇതിനേക്കാൾ വലിയ പ്രയാസങ്ങളൊക്കെ മുസ്ലിം ലോകത്ത് കഴിഞ്ഞു പോയിട്ട് മുസ്ലിം ലോകം അതിജയിച്ച് തിരിച്ചു വന്ന ചരിത്രമാണുള്ളത്. അതുകൊണ്ട് ഇതിനൊക്കെ ഈ മാറ്റങ്ങൾ ഉണ്ടാവും, പരിവർത്തനങ്ങൾ ഉണ്ടാവും, നന്മയുടെ കാലഘട്ടങ്ങൾ വരും എന്ന ഉറച്ച പ്രതീക്ഷ. അതേസമയം ഏത് വലിയ അധികാരിയാണെങ്കിലും അവന്റെ കുതന്ത്രങ്ങളും കോപ്പുകളുമൊക്കെ റബ്ബിന്റെ തീരുമാനത്തിന് മുമ്പിൽ ഒന്നുമല്ലല്ലോ എന്ന ഉറച്ച വിശ്വാസത്തിൽ പടച്ചവന്റെ മുമ്പിൽ കരഞ്ഞു പറ, റബ്ബുൽ ആലമീനായ തമ്പുരാനോട് നിന്റെ സഹായങ്ങൾ ലഭിക്കാൻ, നിന്റെ സംരക്ഷണം ലഭിക്കാൻ, നിന്റെ എല്ലാ പിന്തുണയും ലഭിക്കാൻ വേണ്ടി എന്നുള്ളത്. അപ്പൊ നമ്മളൊരു മിനിറ്റ് ഒരു സംഗതി കൂടി ചെയ്യേണ്ടി വരും. നമ്മളൊക്കെ പറഞ്ഞാൽ പടച്ചോൻ കേൾക്കുവോ? അവസാനിപ്പിക്കുകയാണ് ഞാൻ. അതെന്താ നിങ്ങൾ അങ്ങനെ പറയുന്നത്? അല്ല, കേൾക്കൂല എന്നല്ല, അങ്ങനെ ഒരു സംശയം ഉണ്ടാക്കി നിങ്ങളെ വിട്ടതുമല്ല. പക്ഷെ ആലോചിക്കണ്ടേ, നമ്മളൊക്കെ സ്വന്തം ഉമ്മയും ഉപ്പയും നിങ്ങൾക്കെതിരെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ഒരു നേരത്ത് നിങ്ങൾ പടച്ചവനോട് പറഞ്ഞ ആ പ്രാർത്ഥനയ്ക്ക് വലിയ വില ഉണ്ടാവും. നിങ്ങളുടെ ദ്രോഹം സഹിക്കവയ്യാതെ റബ്ബുൽ ആലമീനായ തമ്പുരാനെ അയാളെ ചെറുന്ന് ആരെങ്കിലും പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ പ്രാർത്ഥന പ്രാർത്ഥിക്കുമ്പോൾ അന്നേരം പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനയ്ക്ക് സ്വീകാര്യണ്ടാവുമോ? അന്ന് ആലോചിച്ചേക്കുക. നമ്മുടെ പ്രാർത്ഥനകളുടെ എല്ലാ അർത്ഥത്തിലും സ്വീകരിക്കപ്പെടാൻ നാം അർഹരായി തീരണമെങ്കിൽ നാം സഹാബികൾക്ക് തുല്യരായ പുണ്യവാന്മാരായി തീരണമെന്ന് ഞാൻ പറയില്ല. സാധിക്കാത്തത് കൊണ്ടല്ല, പ്രായോഗികതകളൊക്കെ ഉണ്ടായേക്കാം. നാം മോശപ്പെട്ടവരാന്ന് അഭിപ്രായം എനിക്കില്ല. പക്ഷെ നമ്മളൊന്ന് ആലോചിക്കുക, പ്രാർത്ഥിക്കാതിരിക്കാനായിരിക്കരുത് എന്റെ ഈ വാക്കുകൾ കൊണ്ടുണ്ടാവേണ്ട പ്രേരണ. പകരം റഹ്മാനായ റബ്ബെ, ഞാൻ പശ്ചാത്തപിച്ചിരിക്കുന്നു, ഞാൻ മടങ്ങിയിരിക്കുന്നു, ഞാൻ തിരുത്തിയിരിക്കുന്നു, എന്റെ ഉമ്മാനോടുള്ള പാപങ്ങൾ ഞാൻ തിരുത്തി, ഉപ്പാനോട് തിരുത്തി, ഭാര്യയോട് തിരുത്തി, എന്റെ തെറ്റായ ധനാഗമ മാർഗങ്ങൾ ഞാൻ തിരുത്തി, പള്ളിയിൽ വരാത്ത എന്റെ അവസ്ഥ ഞാൻ നിർത്തി, ഖുർആൻ ഓതാത്ത എന്റെ സ്വഭാവം ഞാൻ നിർത്തി, എല്ലാം നിർത്തി, പഠിക്കാം, തയ്യാറാവാം നാഥ എന്ന ഒരവസ്ഥ. അള്ളാഹു നൽകിയ ഒരു അനുഗ്രഹത്തിന്റെ വലിപ്പം അറിയോ മലയാളികളെ? നിങ്ങൾ വെടിവെച്ച് എന്താണ് പത്രത്തിൽ വായിച്ചതല്ലാതെ അനുഭവിക്കേണ്ടി വന്നില്ല. പട്ടിണി എന്താണ് അള്ള കേട്ടതല്ലാതെ അറിയിക്കേണ്ടി വന്നില്ല. ഇവിടെ വന്നിട്ടും വലിയൊരു അല്ലലൊന്നുമില്ലാതെ ജീവിച്ചു പോളില്ലേ? അവിടെ ഇട്ടേച്ചു പോകുന്നവരും വലിയൊരു അല്ലലൊന്നുമില്ലാതെ പടച്ചറപ്പ് കാത്തുരക്ഷിക്കുന്നില്ലേ? എന്താ ലോകത്തെ പല പ്രദേശത്തെയും മുസ്ലിങ്ങളുടെ അവസ്ഥ? ഈ സൗഭാഗ്യങ്ങൾ മുഴുവൻ റബ്ബ് വാരിക്കോരി എനിക്കും നിങ്ങൾക്കും നൽകിയിട്ട് എന്റെ പടച്ചോന് തിരിച്ചു കൊടുത്തത്? എന്തേ കൊടുത്തത്? 5 നേരം നിസ്കാരത്തിന് പോകുമ്പോഴേക്ക് തന്നെ എന്തോ ചെയ്തു എന്നാ തോന്നുന്നത്. ഒന്നാ ഖുർആൻ എടുത്ത് ഓതാൻ, ഒന്നാ ഖുർആൻ എടുത്ത് പഠിക്കാൻ, ഒന്ന് കുറച്ചു നേരം കുത്തി നിന്നിട്ട് പടച്ചോനെ തസ്ബീഹ് ചെയ്യാൻ, ഒന്ന് ലേശം നേരം ഇസ്ലാമിനെ പറ്റി മനസ്സിലാക്കാൻ, ഒന്നെന്താണ് ലോകത്ത് നടക്കുന്നതിനെ പറ്റി അറിയാൻ, അവനാന്റെ ഭാര്യനെയും മക്കളെയും ഒക്കെ നിർബന്ധിച്ചിട്ടും പ്രേരിപ്പിച്ചിട്ടും അള്ളാന്റെ ചൊൽപ്പടി തന്നെ നടത്താൻ. എടി, ഈ കോലം കെട്ട് നടന്നാൽ ഞാൻ ദ്വാരക്കുന്നതും സ്വീകരിക്കപ്പെടാതെ പോകടി, ബേജാറുണ്ട് എനിക്ക്. ഇതൊക്കെ എത്ര കാലം നിൽക്കുന്നും അറിയില്ല, എന്തൊക്കെ സംഭവിക്കാൻ അറിയില്ല, അല്ലേ? ലക്ഷണങ്ങൾ അത്ര വലിയ നല്ലതൊന്നുമല്ലല്ലോ കേരളത്തിലും ഇന്ത്യയിലുള്ളതും. അപ്പൊ എല്ലാം മനസ്സിലാക്കുക. ഖിന്നരും ദുഃഖിതരുമല്ല,
അള്ളാഹു നമ്മളെ വിശ്വാസികളാക്കി തീർത്തു എന്നത് നമ്മുടെ അഭിമാനത്തിന്റെ കാരണമാണ്. പിന്നെ ഇങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ ഉണ്ടാകുമെന്നൊക്കെ അള്ളാഹുവിന്റെ അറിയിപ്പുകളും നിർദ്ദേശങ്ങളും ഉണ്ട്. ഒരു പക്ഷേ ഇത്തരം ഒരു കാലഘട്ടത്തിൽ ജീവിക്കാനാണ് റബ്ബിന്റെ തീരുമാനമെങ്കിലും നാം മരിക്കുന്നതിന് മുമ്പ് തന്നെ ഇതിനുള്ള പരിവർത്തനങ്ങളും മാറ്റങ്ങളും ഉണ്ടാക്കി തീർക്കാൻ പടച്ചവൻ അത്ര പ്രയാസങ്ങളില്ല എന്ന ശുഭപ്രതീക്ഷയോടുകൂടി നിൽക്കുക. സഹായിക്കാവുന്ന ഏതെല്ലാം സഹായങ്ങൾ ഇവർക്ക് വേണ്ടിയൊക്കെ ചെയ്യാൻ പറ്റുമോ ആ കാര്യങ്ങൾ ചെയ്യുക. അതേസമയം കൈകൾ മറ്റുള്ളവർക്ക് നേരെ ചൂണ്ടും മുമ്പേ അവനാന്റെ നേരെ ചൂണ്ടിയിട്ട് ഞാൻ എവിടെ നിൽക്കുന്നു. എനിക്ക് വല്ലാതെ തോന്നാറുണ്ട് ഈ നാട്ടിലത്തെ ഒരു പുതുമ. ഈ നാട്ടിൽ വന്ന ആളുകളെല്ലാം പഠിക്കും, അറബി ഭാഷ മാത്രം പഠിക്കൂല. 12ാം ക്ലാസ് വരെ പഠിച്ചൊരു കുട്ടിക്ക് ഇംഗ്ലീഷ് എന്താണെന്നറിയോ? 2ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് സ്ഫുടമാണ്. മറ്റെല്ലാം അറിയാം. ആ കുട്ടിക്ക് അറിയാതെ പോകുന്നത് അറബി ഭാഷ. എത്ര കുട്ടികളുണ്ട് ഈ കൂട്ടത്തിൽ ഇരിക്കുന്നതെന്നറിയോ? ഇവിടെ പഠിച്ച കുട്ടികൾ. അവർക്കറിയാത്തത് ഒന്നേ ഉള്ളൂ, പടച്ച റബ്ബ് അവന്റെ കിതാബ് ഇറക്കാൻ തെരഞ്ഞെടുത്ത ഭാഷ, മുസൽമാന്റെ മതത്തിന്റെ ഔദ്യോഗിക ഭാഷ. ഈ ചെയ്ത് നന്ദിയാ കൂട്ടരെ, അതോ നന്ദി കേടോ? ആലോചിച്ചു നോക്കൂ. ഇതോ നന്ദിയോ നന്ദി കേടോ? തിന്നാനില്ലാത്ത കാലത്ത്, ഉടുക്കാനില്ലാത്ത കാലത്ത് നിങ്ങൾ അമ്മിപ്പി നിങ്ങളെ പഠിച്ചത് അറബി പഠിക്കാനാ. ഉടുക്കാനില്ലാത്ത കാലത്ത്, പട്ടിണി കിടന്ന കാലത്ത് കപ്പയും മരച്ചീനിയും പിഴുങ്ങി തന്ന് പറഞ്ഞയച്ചത് നിങ്ങൾ അറബി പഠിക്കാനാ. സൗകര്യങ്ങളും സന്നാഹങ്ങളും കൂടിയപ്പോ നമ്മൾ മറന്നത് പടച്ചോന്റെ ഭാഷ. അങ്ങനെ പറഞ്ഞാൽ എല്ലാ ഭാഷയും അല്ലാണ്ടതാണ്. പക്ഷെ പടച്ചോന്റെ കിതാബിന്റെ ഭാഷ. ഇനിയും ഒരു മാറ്റം വേണ്ടേ ഇതിലൊക്കെ? ഔദ്യോഗികമായി കുട്ടികൾ 10ാം ക്ലാസ്സോ 12ാം ക്ലാസ്സോ പാസ്സാവാൻ ആ ഭാഷ പഠിക്കേണ്ടതില്ലെന്ന് വെക്കുക. എങ്കിൽ പോലും എന്റെ മോൻ അറബി പഠിച്ചേ പറ്റൂ എന്ന് തീരുമാനിക്കണ്ടേ നമ്മൾ? എന്റെ മോൾക്ക് അറബി അറിയണമെന്ന് തീരുമാനിക്കണ്ടേ? നിസ്കരിക്കാൻ അറിയാത്ത തലമുറ, ദീനി നിയമങ്ങൾ അറിയാത്ത തലമുറ, മറ്റാരെന്തൊക്കെയോ നയിക്കപ്പെട്ടുകൊണ്ട് എന്ത് വൃത്തികേടുകളും ചെയ്യാൻ മടിയില്ലാത്തൊരു തലമുറ. അത്ഭുതം തോന്നുന്നു. കുറച്ചുകൂടി കൂടുതൽ ഒരു ഇടവേളയ്ക്ക് ശേഷം കുറച്ചുകൂടി കൂടുതൽ കുട്ടികളുമായി ബന്ധപ്പെട്ട് നോക്കിയപ്പോ ഞാനൊരു അധ്യാപകനാ. അത്ഭുതം എനിക്ക് നിങ്ങളുമായി പങ്കുവെക്കാൻ പറ്റില്ല. നമ്മുടെ കുട്ടികളുടെ യാത്ര എവിടേക്കാണ്? ഇത് ഇവിടത്തെ എല്ലായിടത്തെയും അവസാനിക്കുന്നു. നിങ്ങൾ എന്നെ ഓർമ്മിക്കോ? അദ്കുറുക്കും, ഞാൻ നിങ്ങളെ ഓർമ്മിക്കാം. വഷ്കുറൂലി, നിങ്ങൾ എന്നോട് നന്ദി കാണിക്കണേ. വലാ തക്ഫുറൂൻ, നന്ദികേട് കാണിക്കല്ലേ. പോകാം, നമുക്ക് പിരിഞ്ഞു പോകാൻ വിടും. എന്താലോചിച്ചുകൊണ്ട് പലസ്തീനിലെ മുസൽമാന് വേണ്ടി